ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികളിലും KMRL ഓഫീസിലും അടക്കം 12 ഇടങ്ങളിൽ ഇഡിയുടെ അപ്രതീക്ഷിത റെയ്ഡ്. രാവിലെ തുടങ്ങിയ പരിശോധന നീണ്ടത് 8.5 മണിക്കൂർ. വീണയുടെ മൊഴിയെടുത്തു. ബാങ്ക് രേഖകൾ ശേഖരിച്ച ഇഡി. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ലെന്ന് ഇഡി അറിയിച്ചതായി CPM. തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ. വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്തു. ടാക്സി ഡ്രൈവർക്ക് പരിക്ക്. പ്രതികൾ അറസ്റ്റിൽ. കേസിലാകെ 10 പ്രതികൾ. പാർട്ടി ഓഫീസിൽ നിന്നും ഇറങ്ങിയ പ്രതികളെ അറസ്റ്റ് ചെയ്തത് CPM നേതാക്കളുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ. റിപ്പോർട്ട് തേടി ഇഡി ഡയറക്ടർ. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ഇഡിയുടേത് ആസൂത്രിത നീക്കമെന്നും ഇതിൽ തളരില്ലെന്നും പിണറായി വിജയൻ. നടക്കുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ വേട്ടയെന്ന് മുഹമ്മദ് റിയാസ്. ഡൽഹിയിലെ പ്രതിഷേധത്തിൽ MA ബേബി കസ്റ്റഡിയിൽ. റെയ്ഡ് കോൺഗ്രസ് BJP ഇടിയിലെന്നും രാഷ്ട്രീയ പകപോക്കലെന്നും CPM. BJP കോൺഗ്രസ് ഇടിയിലെന്ന CPM ആരോപണം തള്ളി കോൺഗ്രസ്. റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരം ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന്റെ സഹായം ഇഡി തേടിയിട്ടില്ലെന്നും ചെന്നിത്തല. ഇഡിയെ കോൺഗ്രസിനും വിശ്വാസമില്ലെന്ന് മന്ത്രി K മുരളീധരൻ. ഇഡി വേണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ വരെ കയറുമെന്നും മുരളീധരൻ. മാസപ്പടി കേസിൽ പിണറായി വിജയനും മകളും കുടുങ്ങുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായെന്ന റിപ്പോർട്ട്. കാണിക്കയായി ലഭിച്ച സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും നഷ്ടമായി. സ്വർണ്ണ വിളക്കിന് പകരം വെള്ളി വിളക്ക് സ്ഥാപിച്ചെന്ന് സംസ്ഥാന പോലീസ് മേധാവി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പരാമർശം. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. SIR ശരിവച്ച് സുപ്രീം കോടതി. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമുണ്ടായിട്ടില്ലെന്ന് കോടതി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കിയാൽ പൗരത്വം നഷ്ടമാകില്ല. ഭരണകൂട ഇടപെടൽ വാദത്തിന് തെളിവില്ലെന്നും കോടതി. തിരുവനന്തപുരത്ത് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. പരിശോധന പൂർത്തിയാക്കി ഇഡി സംഘം മടങ്ങുന്നതിനിടയിലാണ് പ്രവർത്തകർ ആക്രമണം നടത്തിയത്. വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്തു. ആക്രമണത്തിൽ ടാക്സി ഡ്രൈവർക്ക് പരിക്കേറ്റു. CPM നേതാക്കളുമായുള്ള ചർച്ചയ്ക്കൊടുവിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് CPM പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. ഇഡി റെയ്ഡിന് ശേഷം മടങ്ങിയപ്പോൾ അവരെ വാഹനത്തിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളെല്ലാം മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 10 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ചിലർ CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിന് മുന്നിലെത്തിയിരുന്നു. പ്രതികളെ വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ CPM നേതാക്കൾ അനുവദിച്ചില്ല. CPM ഓഫീസിൽ കയറി പ്രതികളെ പിടികൂടാൻ കഴിയില്ല എന്ന കർശന നിലപാടെടുക്കുന്നു. ADGP H വെങ്കടേഷ് ഉൾപ്പെടെയുള്ളവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ എത്തി ചർച്ചകൾ നടത്തുന്നു. വഴങ്ങാതെ CPM ഉന്നത നേതാക്കളുടെ രംഗത്ത് വരുന്നു. ഒടുവിൽ നിസ്സഹായതയോടെ പോലീസിന് മടങ്ങേണ്ടി വരുന്നു. എന്നിട്ട് അരമണിക്കൂറിനകം പ്രതികളെ പിടികൂടിയ വിവരം മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് ADGP വിശദീകരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളും നൽകാൻ AB ചേർന്നുകൊണ്ട്. AB, നാടകീയ രംഗങ്ങൾക്ക് അവസാനമായിരിക്കുന്നു. എന്തായാലും മുമ്പ് കേട്ടിട്ടുള്ളതുപോലെ CPM പ്രതികളെ നൽകും. ചിത്രങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ ഏത് തരത്തിൽ ഇനി പ്രതികളെ പിടികൂടാനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം? പ്രതികളെല്ലാം അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതികളെ എത്തിച്ചു കൊടുക്കുന്ന ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോയത്? DCP ആണ് വാർത്താ സമ്മേളനം നടത്തുമെന്ന് H വെങ്കടേഷ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പോലീസ് നടപടി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം കിട്ടേണ്ടവരൊക്കെ കിട്ടിയെന്നാണല്ലോ പോലീസിൻ്റെ വിശദീകരണം. എന്താണ് കൂടുതൽ വിവരങ്ങൾ?
രാജേഷ്, അല്പസമയം മുമ്പാണ് പോലീസ് ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 4 പേരുടെ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് അല്പസമയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അവരുടെ പേരുകളൊന്നും തന്നെ അവർ വ്യക്തമാക്കിയിട്ടുമില്ല. എന്തായാലും നേരത്തെ ഒരാൾ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ 3 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസ് അല്പസമയം മുമ്പ് പങ്കുവച്ചത്. അതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാം എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അതനുസരിച്ചാണ് അവരുടെ പ്രതികരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളുള്ളത്. നേരത്തെ ഇവിടെ നിന്ന് പോലീസ് എല്ലാം തന്നെ പിരിഞ്ഞു പോയിരുന്നു. വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, DCP ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെയാണ് ഇതിൽ ഔദ്യോഗികമായിട്ട് വേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അകത്തേക്ക് കയറിയ പാർട്ടി ഓഫീസിനുള്ളിലേക്ക് കയറി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകരെ അല്ലെങ്കിൽ ഈ പ്രതികളെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോട്ടോ നൽകിയിട്ടുള്ള പോലീസിന്റെ കയ്യിൽ ഫോട്ടോകളുള്ള ആളുകളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള നടപടികളിലേക്കും പോകാൻ പാർട്ടി പ്രവർത്തകർ അനുവദിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധം ഇവിടെ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തീർത്തു. അതിനുശേഷം നേതാക്കളുമായി നിരവധിയായിട്ടുള്ള ആ ചർച്ചകൾ, അതിലെല്ലാം തന്നെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് ഈ പോലീസ് ആദ്യം പിരിഞ്ഞു പോകണം, അതിനുശേഷം നമ്മൾ തീരുമാനിച്ചതുപോലെ മറ്റു കാര്യങ്ങൾ എന്നുള്ള നിലയിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് അവരുടെ സംസാരത്തിൽ ഉണ്ടായത്. എന്തായാലും ആ നിലയ്ക്ക് തന്നെയുള്ള കാര്യങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ADGP ഉൾപ്പെടെ ആളുകൾ ഇവിടെ വന്ന് സംസാരിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ 4 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, മറിച്ച് ഈ ജില്ലയുടെ ഈ തലസ്ഥാന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് പിടികൂടിയിരിക്കുന്നത്. 4 പേരെ പിടികൂടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞത്. പാർട്ടി ഓഫീസിനുള്ളിൽ കയറി ആരെങ്കിലും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ആദ്യം പറഞ്ഞത് അതിനങ്ങോട്ട് കയറാൻ കഴിയണ്ടേ എന്നുള്ള ചോദ്യം ചോദിച്ചു. അതിനുശേഷം ആ നിലയ്ക്കല്ല, മറിച്ച് അപ്പുറത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടിയത്. ആദ്യം ഒരാളെ പിടികൂടിയിരുന്നു, പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ആദ്യം ഇവിടെ ഉണ്ടായിരുന്നൊരു വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു വലിയ രീതിയിലുള്ള കുറവ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ DCP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് ചുറ്റും വലിയൊരു പോലീസ് സന്നാഹവും നിലനിൽക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ പാർട്ടി ഓഫീസിന് മുന്നിൽ ഏത് വിധേനയാണ് പാർട്ടി പ്രവർത്തകർ പ്രതിരോധം തീർത്തിരുന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെ അവരിപ്പോഴും അവിടെ തന്നെ തുടരുന്ന ഒരു നില തന്നെയാണ് ഇപ്പോഴുള്ളത്. പാർട്ടി ഓഫീസിനുള്ളിലേക്ക് കയറാനായിട്ടോ അവിടെ നിന്നും ഈ പോലീസ് പറയുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടോ ഒരു ശ്രമവും നടത്താൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലും ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും പാർട്ടി ഈ നേതാക്കൾ, അതായത് ജോൺ ബ്രിട്ടാസ്, ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, വി എസ് ജോയി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്, നേരത്തെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭാഗത്തു നിന്നും അത്തരത്തിൽ പ്രതികരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ നിലയ്ക്ക് ഒരു തരത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനയുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാനായിട്ട് ഞങ്ങളും താല്പര്യപ്പെടുന്നില്ല. വാഹനങ്ങൾ ആക്രമിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പിടികൂടുന്നതിന് പാർട്ടി പ്രവർത്തകരും പാർട്ടിയും സഹകരിക്കും, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ എന്തായാലും അതിനൊക്കെയും അപ്പുറത്തേക്ക് വീണ്ടും ചർച്ചകൾ നീണ്ടുപോകുന്ന കാഴ്ച കണ്ടു. ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP ഉൾപ്പെടെയുള്ള ഇവിടെ വരികയും അതിനുശേഷമാണ് ഈ 4 പേരുടെ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, അതിനുശേഷം 3 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കണക്കുകൾ. എന്തായാലും ഈ കണക്കുകളിൽ ഒരു വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം ചില സമയത്ത് 4 എന്ന് പറയും, ചിലപ്പോൾ 5 എന്ന് പറയും. ആ നിലയ്ക്ക് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും DCPയുടെ ഒരു ഒരു പ്രതികരണമാണ് ഇതിനെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ആ ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള സംഘർഷ സാധ്യത തന്നെ നിലനിൽക്കുന്നു. പാർട്ടി പ്രവർത്തകർ പ്രതിരോധം തീർത്ത് പാർട്ടിക്ക് ഓഫീസിന് മുന്നിലുണ്ട്. പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ ഉണ്ടത്ര പോലീസ് ഇവിടെ ഇല്ല എങ്കിൽ പോലും പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെയുണ്ട്. രാജേഷ്. യെസ്, എബി, ഒരിക്കൽ കൂടി, അതായത് ഈ നമ്മൾ ഇന്നത്തെ ഈ ആക്രമണ പരമ്പര തന്നെ നോക്കിയാൽ ഒരു പോലീസ് വേണ്ട തരത്തിൽ ഒരു പ്രൊട്ടക്ഷൻ EDക്ക് കൊടുത്തില്ല എന്ന ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് ചിലർ വാദിക്കുന്നത്. അതായത് ഈ ED ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാത്തതെന്ന് പറയുമ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നതായി ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന്.
ഇത്തരം ഒരു വൈരുദ്ധ്യപരമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇത്തരമൊരു മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് അന്വേഷണം, സംസ്ഥാന വ്യാപകമായ റെയ്ഡ്, ഇതിനൊക്കെ അത്ര നിസ്സാരവൽക്കരിക്കാൻ എങ്ങനെ കഴിഞ്ഞിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ ബി അവിടെ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? പോലീസ് വേണ്ട രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇത്തരം അതിക്രമം ഉണ്ടാകുമെന്ന് ഇൻ്റലിജൻസ് അതിനെ അറിയാൻ കഴിഞ്ഞില്ല, ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയായി കാണുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഈ ടേം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ആരോപണം വരുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ്, പോലീസിനെതിരെയാണ്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ആ നിലക്ക് തന്നെ അത് വിലയിരുത്താൻ കഴിയും. കാരണം അല്പസമയം മുമ്പ് ADGP ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില വീഴ്ചകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം വലിയ ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടാകുന്നു, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ ആ ആൾക്കൂട്ടം വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനെയൊന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗവും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ആ സമയത്തുണ്ടായിട്ടുള്ളൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. കാരണം ED ഉദ്യോഗസ്ഥരകത്ത് പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ അത് ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ആ ഒരു റെയ്ഡ് തന്നെയായിരുന്നു. ആ റെയ്ഡിനിടയിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ വീടിൻ്റെ പരിസരത്തേക്ക് എത്തുകയും ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം വിളികളും ഉൾപ്പെടെ ഒരു രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. അത് സ്വാഭാവികമായും ഇറങ്ങി വരുമ്പോൾ അവർ റെയ്ഡ് പൂർത്തിയാക്കി ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിഷേധം ആ നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. അതിൽ ഏതെങ്കിലും വിധത്തിൽ സർക്കാർ ഈ ഒരു തരത്തിലുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നത് അത് വീഴ്ച തന്നെയായി കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം അത് അല്പസമയം മുമ്പ് ADGP ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഒരു സ്ഥിരീകരണം പോലെ നടത്തുകയും ചെയ്തു. ആദ്യത്തെ സമയത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ അല്പസമയം മുമ്പ് നടത്തിയിട്ട് ആ പ്രതികരണത്തിൽ നമുക്കത് കേൾക്കാൻ കഴിയും. അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രതികളെ പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതും എടുത്തു പറയാം. ഒപ്പം തന്നെ രാവിലെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രതികരണം അത് ഈ നിലയ്ക്ക് ഒരു റെയ്ഡ് നടക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിലൊരു സഹായം ED ലോക്കൽ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടിരുന്നില്ല തുടങ്ങിയിട്ടുള്ള വിശദീകരണങ്ങളാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ ആ നിലയ്ക്ക് ഒരു വലിയ നേരത്തെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയും തുലവും തുച്ഛമാണ്. കാരണം ആ നിലയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ വിവരങ്ങൾ ചോർന്നു പോയെങ്കിലോ എന്നുള്ളത് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്കതിനെ കണക്കാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലൊരു സ്വാഭാവികമായും വലിയൊരു ആൾക്കൂട്ടം തടിച്ചുകൂടുമ്പോൾ അവിടെ അതിന് അക്രമ സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിനനുസരിച്ചുള്ള സന്നാഹങ്ങളെ ഏർപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു പ്രവർത്തനങ്ങളും ഉണ്ടായില്ല എന്നത് ആ വീഴ്ച തന്നെയാണ്. ആ വീഴ്ച അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അല്പസമയം മുമ്പ് ADGPയും പ്രതികരിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ 4 പ്രതികളെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 3 പേരെ ആദ്യം പിടികൂടിയിരുന്നു, അതിനുശേഷം ഒരാളെ അതിനുശേഷം പിടികൂടുന്ന നിലയിലേക്കും എത്തും. അങ്ങനെ 4 പേരെ ഇപ്പോൾ നിലവിൽ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരമായി ലഭിക്കുന്നത്. അതിലൊരാളെ തങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയം പ്രതികരിക്കുകയും ചെയ്തു. ബാക്കി 3 പേരെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ പ്രതികളെ പിടികൂടുക എന്ന് തന്നെയാണ് പോലീസ് നിലവിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. രാജേഷ്, ശരിയാണ്. എബി, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പ്രതികൾ അവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഈ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയാണോ ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്? പോലീസ് ഗേറ്റിന് മുമ്പിൽ നിരന്നു നിൽക്കുന്നു. പ്രതികളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തിനാണ് അവിടെ പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്താണ്? വീണ്ടും ചർച്ച ചെയ്തിട്ട് എന്ത് പരിഹാരം ഉണ്ടാക്കാനാണ് പോലീസ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്? പ്രശ്നങ്ങൾക്ക് ഇതുവരെയും പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 പേരെ പിടികൂടിയിട്ടുണ്ട്, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ 4 പേരല്ല, അതിൽ കൂടുതൽ പേരുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ചിലപ്പോൾ വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പ്രതികളെ പോലീസിൽ ഹാജരാക്കിയേക്കാം, അല്ലെങ്കിൽ പ്രതികളെ നൽകിയേക്കാം പാർട്ടി. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞാൻ എബിയിലേക്ക് മടങ്ങി വരുന്നു. എബി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എന്തിനാണ് പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത്? ഇപ്പോൾ നിൽക്കുന്ന വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പാർട്ടി ഓഫീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് പോലീസ് അവിടെ നിൽക്കുന്നത്, പ്രതികളെ പിടിക്കാനല്ല.
കണക്കാക്കാൻ കഴിയും. ഇനിയും 5 പേരെ കൂടി പിടിക്കാനുണ്ട് എന്നുള്ളതാണ്. 9 പേരുടെ കണക്കാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ 4 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇനിയും 5 പേരെ കൂടി പിടിക്കണം. ഈ പിടിയിലായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും തന്നെ ഇപ്പോൾ എയർ ക്യാമ്പിലാണ് ഉള്ളത് എന്നുള്ളതാണ് വിവരം. എന്തായാലും 6:30 മണിയോടുകൂടി ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതുതന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ രാവിലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അറിയിപ്പുകളും ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണമായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടി പ്രതികരണം വരും. ഈ വിഷയത്തിൽ അദ്ദേഹം ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു നില കൂടി ഉണ്ടാകുമില്ല. ഇപ്പോഴും ചർച്ചകൾ അനുനയത്തിനുള്ള നടപടികൾ ക്രമങ്ങളൊക്കെ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജേഷ്. യെസ്, എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എബി, എന്തെങ്കിലും ഒരു അന്തിമ തീരുമാനമാകുമോ? മണിക്കൂറുകളോളമായി ഈ പോലീസും മാധ്യമപ്രവർത്തകരും ഒക്കെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു തീരുമാനമായെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ മറ്റ് നടപടികളിലേക്കോ മറ്റ് ജോലിയിലേക്കോ മാറാമായിരുന്നു. ഓക്കെ, എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ എടുക്കുക. ഇപ്പോൾ ഞാൻ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്ത് ഇപ്പോൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് DYFI മാർച്ച് നടത്തുന്നു. നേരത്തെ രാവിലെ തന്നെ ഷോൺ ജോർജ് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. സ്വാഭാവിക നടപടി എന്നാണ് EDയുടെ റെയ്ഡിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ DYFI പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. DYFI പ്രതിഷേധമാണ്, സംഘർഷത്തിലേക്ക് പോകുമെന്നാണ് കരുതാൻ കഴിയുക. പോലീസ് പ്രവർത്തകരും തമ്മിൽ ഉന്തുന്തള്ളും ഉണ്ടായി. പ്രതിഷേധം തടയാനായി ഒരു ഭാഗത്ത് BJP പ്രവർത്തകരും രംഗത്ത് വരുന്നു, മറുഭാഗത്ത് DYFI പ്രവർത്തകരും നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പാലായിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് DYFI മാർച്ച്. DYFI പ്രതിഷേധമുണ്ടാകുന്നു. ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നു. ഒരു ഭാഗത്ത് പോലീസും മറുഭാഗത്ത് DYFI പ്രവർത്തകരും അതിൻ്റെ മറുഭാഗത്ത് BJP പ്രവർത്തകരും തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏത് തരത്തിലുള്ള സംഘർഷാവസ്ഥയുണ്ടോ? ശക്തമായ പോലീസ് സന്നാഹം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. രാജേഷ്, ഉച്ചയോടുകൂടിയാണ് DYFI അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചത്. ഇതേ തുടർന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടെ വലിയ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്തിരുന്നു. ഷോൺ ജോർജ് ക്യാമ്പ് ചെയ്യുന്ന താമസിക്കുന്ന വീടിന് സമീപത്തേക്കാണ് DYFI പ്രവർത്തകർ പ്രകടനവുമായി എത്തിയത്. 5 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കനത്തതിനെ തുടർന്ന് നീണ്ടുപോവുകയായിരുന്നു. തുടർന്ന് 5:45 12ാം മൈലിൽ നിന്നും DYFI പ്രവർത്തകർ, 100-ൽ പരം DYFI പ്രവർത്തകർ പ്രകടനമായി ഷോൺ ജോർജിന്റെ വീടിന് സമീപത്തേക്ക് എത്തിയത്. വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പ്രവർത്തകരെ തടയുകയായിരുന്നു. എന്നാൽ പോലീസും പ്രവർത്തകരും തമ്മിൽ കാര്യമായി ഒന്നും നടന്നു. ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ പോലീസിന് പിന്നിലായി BJP പ്രവർത്തകരും BJPയുടെയും അതേപോലെ തന്നെ യുടെയും പ്രവർത്തകരും അണിനിരന്നു. അതും 100 പരം പ്രവർത്തകര് ഈ ബാരിക്കേഡിന് ഇരുവശത്തുമായി അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നടുവിൽ പോലീസും ഇരു ഭാഗങ്ങളിലായി DYFI പ്രവർത്തകരും ഒരു വശത്ത് BJP പ്രവർത്തകരും അണിനിരക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. സംഘർഷാവസ്ഥ പോകുന്ന ഒരു സ്ഥിതി വരുന്നതിനിടെ പോലീസിന് കാര്യമായ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതേപോലെ ഇപ്പോഴും അവിടെ പ്രവർത്തകർ പ്രതിഷേധ യോഗം ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് തന്നെ പ്രതിഷേധ യോഗം ചേർന്നിരിക്കുകയാണ്. ശക്തമായ പോലീസിന്റെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മടങ്ങി വരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയം CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം വരുന്നുണ്ട്. ശ്രീജിത്ത് ഷാഹിൻ ഈ 4 പേര് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. അവർ ഡയറക്റ്റായിട്ട് ഈ ആക്രമിച്ച കാര്യത്തിൽ അവരുടെ പങ്കുണ്ടായിരുന്നു. എല്ലാ വീഡിയോ ഫുട്ടേജിൽ അവർ കാണുന്നുണ്ട്. നിലവിൽ അവർ കസ്റ്റഡിയിലുണ്ട്. കുറച്ച് പേര് കസ്റ്റഡി കൂടി കിട്ടാനുണ്ട്. കുറച്ച് പ്രതികൾ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അവർ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ട് കസ്റ്റഡി വാങ്ങും. മ്യൂസിയം സ്റ്റേഷനിലാണ് നമുക്ക് കേസ് എടുക്കണം. മ്യൂസിയം സ്റ്റേഷനിൽ ചെയ്യാം. അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പാർട്ടി ഓഫീസിന് അകത്ത് കയറിയിട്ടില്ല ഇതുവരെ. അത് സംശയിക്കുന്ന ബേസിസിൽ നമ്മൾ സസ്പിഷൻ ബേസിസിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പ്രതി കിട്ടാൻ
നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കും, സെർച്ച് ഉണ്ടായിരിക്കും, എല്ലാ നടപടിക്രമങ്ങളും അത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നടപടിയെടുക്കാം. നിലവിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് 12 പേരെ ഐഡന്റിഫൈ പേരൊന്നുകൂടെ പറയുമോ സാർ? മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ. പാർട്ടി ഓഫീസിനകത്ത് എത്ര പേരുണ്ട്? അത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല പ്ലീസ്. അത് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ തുടരാണോ? ഫോഴ്സ് ഇവിടെ തുടരാണോ? ഓഫീസിൽ നമുക്ക് ഫുൾ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്, അകത്തുണ്ടെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഫുൾ ഫോഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ നിൽക്കുകയാണ്. പങ്കെടുത്ത മുഴുവൻ ആളുകളെയും എങ്ങനെ അറസ്റ്റ് ചെയ്യാനാണ്? വീടുകളിൽ കയറുമോ? എങ്ങനെയാണ് നമ്മുടെ നീക്കം? എങ്ങനെയാണ് ആസ് പെർ ലീഗൽ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്ത് നമുക്ക് പഠിക്കാം. ഇത് ഇ.ഡി. ആയതുകൊണ്ടാണോ ഇത്ര വലിയ സമ്മർദ്ദം വന്നത് നമുക്ക്? അങ്ങനെയൊന്നുമല്ല, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവിച്ചിട്ടുണ്ട്. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു വർക്കിന് പോകുമ്പോൾ തടസ്സാൻ പാടില്ല, അത് ആക്രമിക്കാൻ പാടില്ല, അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. പരമാവധി ആളുകളെ നമ്മുടെ ഇല്ല, നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു, ഫുൾ ബ്ലേജനും കൂടി ഉണ്ടായിരുന്നു. പരിസ്ഥിതി ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും പരിസ്ഥിതിക്കാം, പക്ഷെ ആക്രമിക്കാൻ പാടില്ല. അത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. അല്ല, അവരുടെ പ്രൊസീജിയർ എന്താണ്, അവരുടെ രീതിയിൽ ചെയ്തത് നമുക്ക് പിന്നെ മനസ്സിലായത് കൊണ്ട് ഫുൾ ഫോഴ്സ് പ്രൊട്ടക്ഷൻ കൊടുത്തത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ മേ ബി നിലവിൽ നമുക്ക് 12 പേര് ഐഡന്റിഫൈഡ് ആണ്, ഇനിയും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. 4 പേരുടെ അറസ്റ്റ് സ്ഥിരീകരിച്ച കാര്യമാണ് DCP മാധ്യമങ്ങളോട് സംസാരിച്ചത്. 12 പേരുണ്ടെന്നാണ് DCP പ്രതികരിക്കുന്നത്. കൂടുതൽ അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമെന്നും പ്രതികരിക്കുന്നു. പക്ഷേ പാർട്ടി ഓഫീസിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായില്ല, വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, ഒടുവിൽ പോലീസ് ഒരു മറുപടി തരുന്നു. പിടിച്ചവരുടെ പേര് സഹിതം അല്ലെങ്കിൽ കസ്റ്റഡിയിലായവരുടെ പേര് സഹിതം പറയുന്നു ഇനിയും ആളെ പിടികിട്ടാനുണ്ട്, ബാക്കിയുള്ളവർ പാർട്ടി ഓഫീസിലുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹം മറുപടി പറയുന്നുമില്ല. തീർച്ചയായും 12 പേരാണ് ഇവരുടെ ലിസ്റ്റിലുള്ളത്. അതിൽ 4 പേരെ പിടികൂടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് ഈ പോലീസ് സംവിധാനത്തെ അല്ലെങ്കിൽ പോലീസ് സേനയെ പിൻവലിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകളെ പിടികൂടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിലൊന്നും തന്നെ ആ നിലയ്ക്കുള്ള മറുപടികളൊന്നും തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മ്യൂസിയം സ്റ്റേഷനിലാണ് ഈ പ്രതികളെ പിടികൂടിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. 4 പേരുടെ അറസ്റ്റ് അല്ലെങ്കിൽ 4 പേരെ ഈ ലിസ്റ്റിൽ അവർ കൃത്യമായും ഈ ആക്രമണം നടത്തിയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇവരെക്കുറിച്ചുള്ള പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയത്. അതനുസരിച്ച് 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ബാക്കിയുള്ള 8 പേരെ കൂടി പിടിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇവിടങ്ങളിലൊക്കെ തന്നെയും പോലീസ് സേനയെ വിന്യസിക്കും. അത് പിൻവലിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് പിൻവലിക്കും എന്നതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ഇവിടങ്ങളിലൊക്കെ തന്നെയും ഈ പോലീസ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നു. ED ആയതുകൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്, മറിച്ച് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടതാണ്, നിങ്ങളെല്ലാവരും തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഈ ഒരു നടപടികളിലേക്ക്, ഇങ്ങനെ ഒരു നടപടിയിലേക്ക് തന്നെ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസിന് പാർട്ടി ഓഫീസിനുള്ളിൽ പ്രതികൾ ഇനിയും ഇപ്പോഴും ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള വളരെ നിസ്സഹായതയോടെയുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടായത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ബാക്കിയുള്ള പ്രതികളെ കൂടി പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. 4 പേരിൽ ഒരാളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അല്പസമയം മുമ്പ് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയത്. ബാക്കിയുള്ള 3 പേരെക്കുറിച്ച് അറിയില്ല എന്നും പറഞ്ഞിരുന്നു. എന്തായാലും ബാക്കി 8 പേരെ ഇനിയിപ്പോൾ പിടികൂടാനുണ്ട്. പോലീസിൻ്റെ കണക്ക് പ്രകാരം അവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജേഷ്, എബി, ഈ CPM നേതാക്കൾ എന്താണ് പറയുന്നത്? പോലീസുകാരുടെ ഒരു ഭാഗം മാത്രം നമ്മൾ കേൾക്കുന്നുള്ളൂ. പോലീസും
പാർട്ടി പ്രവർത്തകരുമൊക്കെ തമ്മിൽ പല തവണ ചർച്ച നടത്തിയിട്ട് ഇപ്പോൾ എടുത്ത തീരുമാനം ഇതാണ്. അവിടെ ആരും ഇല്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പാർട്ടി ഓഫീസിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്ത് ഇറക്കണം, അല്ലെങ്കിൽ അവരെ അകത്ത് കയറി പിടികൂടണം. ഇത് രണ്ടുമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് തീരുമാനം വന്നപ്പോൾ ഇനി പാർട്ടി നേതാക്കളുടെ നിലപാടെന്താണ്? ശിവൻകുട്ടിയും കടകംപള്ളിയും ജോയും ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ ഉള്ള പ്രമുഖ നേതാക്കളും DYFI നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ നിലപാടെന്താണ്? അതിനകത്ത് പാർട്ടി ഓഫീസിൽ അങ്ങനെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാരും ഇല്ല എന്നാണോ? തീർച്ചയായും ആ ഒരു നിലപാട് തന്നെയാണ് ആദ്യം മുതൽ തന്നെ പാർട്ടി പ്രവർത്തകർ നേതാക്കളൊക്കെ തന്നെയും പറഞ്ഞു വെച്ചിരുന്നത്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ആ നിലയ്ക്ക് ആളുകളൊന്നും തന്നെ ഇല്ല, തങ്ങളുടെ കുറച്ച് പ്രവർത്തകർ മാത്രം പാർട്ടി ഓഫീസിനുള്ളിലുണ്ട് എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ ആവർത്തിച്ചിരുന്നത്. അത് തുടർന്നും ആ നിലപാട് തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ 4 പേരെ പിടികൂടിയത് എന്നുള്ള കാര്യം പാർട്ടി നേതാക്കൾ ചോദിക്കുന്ന ആ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളെ തങ്ങൾക്ക് അറിയാവുന്നതാണ്, ബാക്കി 3 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇല്ല എന്നായിരുന്നു പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. നേരത്തെയും സമാനമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഉള്ളിൽ കയറി ഏതെങ്കിലും തരത്തിൽ പോലീസ് പാർട്ടി ഓഫീസിനുള്ളിലേക്ക് കയറുന്ന ഒരു നടപടിയും അംഗീകരിക്കാൻ കഴിയില്ല, അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ അവർ ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ച് നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. DCP മാധ്യമങ്ങളെ കണ്ട ശേഷം ഇപ്പോൾ CPM നേതാക്കളുമായി ചർച്ച നടത്തുന്നു. ആശ്വാസകരമായ വാർത്തയെന്ന CPM നേതാക്കളുടെ ശരീരഭാഷയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും പാർട്ടി ഓഫീസിൽ കയറി ഇനി ആരെയും കസ്റ്റഡിയിലെടുക്കില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം DCP കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിട്ടുതരണമെന്ന കാര്യങ്ങൾ കൂടി പറയുമായിരിക്കാം. പക്ഷേ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് അകത്ത് കയറി ആരെയും കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു അവകാശമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അവർ പിരിഞ്ഞു പോകുന്ന സാഹചര്യം. എന്തായാലും CPM ജില്ലാ നേതാക്കളോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളോ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നറിയില്ല. ഒരുപക്ഷേ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ പ്രവർത്തകരോട് അവിടെ നിന്ന് മാറിപ്പോകാൻ ഉന്നത നേതാക്കൾ പറയുകയാണ്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായും ഒരുപക്ഷേ CPM നേതാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ഇനി ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, പോലീസിനെ ഇവിടെ നിന്ന് പിൻവലിക്കണം എന്ന നിർദ്ദേശം അല്ലെങ്കിൽ ഒരാവശ്യം DCPയോട് മുന്നിൽ വച്ചിട്ടുണ്ട്. ജോയി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് വന്ന് നേരത്തെ സമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്. അതുകൊണ്ട് അവർ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. പോലീസിനെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും മാറ്റണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. പ്രവർത്തകരെ മാറ്റണമെന്ന പോലീസ് നിർദ്ദേശം അങ്ങോട്ട് വയ്ക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരോട് അവിടെ നിന്ന് മാറാൻ ജോയി ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഇപ്പോൾ അവർ മറ്റു ജില്ലാ പ്രവർത്തകരുമായൊക്കെ സംസാരിക്കുന്നു. മാറിപ്പോകാൻ പറഞ്ഞിട്ടും പോകാതെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവിടെ നിൽക്കുകയാണ്. എബി കൂടുതൽ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. എബി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പാർട്ടി ഓഫീസിനുള്ളിൽ ആരൊക്കെയൊക്കെ ഉണ്ട്. സ്വാഭാവികം പ്രവർത്തകർ തന്നെയാകാം. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. ഇനി കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന തരത്തിലേക്ക് നോക്കുമ്പോൾ ഇനി പ്രതികളെ പിടികൂടാൻ മാത്രമേ ഉള്ളൂ സമയം. ഇന്ന് തന്നെ പിടികൂടുമെന്ന് ADGP വാക്ക് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. അല്ലെങ്കിൽ അത് ഒരു ഉദ്യോഗസ്ഥരോട് ചെയ്യുന്ന നീതിയില്ലായ്മയായി മാറുന്നു. കാരണം ഒരു കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കാൻ തുടങ്ങിയാൽ നാളെയും എവിടെയും എന്തും നിയമവ്യവസ്ഥയ്ക്കെതിരെ ഉണ്ടാകുമെന്നുറപ്പാണ്. എബി, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ പ്രവർത്തകരെയൊക്കെ അവിടെ നിന്ന് മാറാൻ പറയുന്നുണ്ടല്ലോ പാർട്ടി പ്രവർത്തകർ. പോലീസിനെയും അവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനമാണോ?
അങ്ങനെ ഒരു പരസ്പര ധാരണയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളത് തന്നെയാണ്. ആ നിലയ്ക്ക് പ്രവർത്തകരോട് മാറി പോകണം എന്നുള്ളൊരു ആവശ്യം നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അല്പസമയം മുമ്പ് നടന്ന ചർച്ചയിൽ അത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 5 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെയും വരുന്നുണ്ട്. അത് 5ാമത്തെ ആൾ ആരാണെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ സംസാരത്തിനിടയിൽ നിന്നുമാണ് നമുക്ക് കാര്യം മനസ്സിലായത്. എന്തായാലും ആ നിലയ്ക്കുള്ള നടപടിക്രമങ്ങളും ഇതോടൊപ്പം തന്നെ നടന്നു വരുന്നുണ്ട് എന്നതും ഇത് ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം ഇപ്പോൾ കൊടുക്കുകയാണ്. പ്രവർത്തകർ അവിടെ നിന്ന് മാറിപ്പോകണം. സ്വാഭാവികമായും ആ നിലയ്ക്ക് പോലീസും പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും പിൻവാങ്ങും. ആ നിലയ്ക്കുള്ള ഒരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ സംഘർഷാവസ്ഥ സാഹചര്യം അത് ഇപ്പോഴേതാണ്ട് ഒഴിവാകുന്ന നിലയിലേക്ക് തന്നെയാണ്. നേതാക്കളുമായി പോലീസ് നിരന്തരമായി സംസാരിക്കുന്നു, നേതാക്കളും സംസാരിക്കുന്നു. അങ്ങനെ ആ നിലയ്ക്ക് ഒരു രമ്യമായിട്ടുള്ളൊരു നടപടിയിലേക്ക് തന്നെ പോവുക എന്നുള്ളത് തന്നെയാണ്. പാർട്ടി ഓഫീസിനുള്ളിലേക്ക് എന്തായാലും കയറാതിരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. എന്തായാലും ആ നിലയ്ക്കുള്ള നടപടിയിലേക്കാണ്, അതായത് പോലീസിനെ ഇവിടെ നിന്നും പിൻവലിക്കുന്ന തരത്തിലേക്കുള്ള നടപടി ഉണ്ടാകുന്നു. അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. രാജേഷ്. യെസ്, ഇബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പാളയം CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇപ്പോഴും പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തകർ അവിടെ തിങ്ങി നിൽക്കുന്നത്. എന്തായാലും പാർട്ടി ഓഫീസിനുള്ളിൽ ആരുമില്ല എന്ന വ്യക്തമായ ഉറപ്പ് പോലീസിന് നൽകുകയാണ് CPM നേതാക്കൾ. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും അല്പസമയം അവിടെ നിന്ന് പിൻവാങ്ങുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 8 പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പ്രതികളെ ഇന്ന് തന്നെ പിടികൂടുമെന്ന് ADGP H. വെങ്കടേഷ് വ്യക്തമാക്കുന്നു. DCP CPM നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ പാർട്ടി നേതാക്കളെ അവിടെ നിന്ന് മാറാൻ പറയുന്നതും പോലീസ് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ പോലീസ് സേനയെ അവിടെ നിന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വരും മിനിറ്റുകളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. പ്രതികളെ ഇന്ന് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ തെറ്റായ പ്രവണതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്ന DCP തന്നെ അത് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിഷേധമാണ്. ജീവൻ പോലും അപായപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥരെ, കാറിൽ കയറിയ ഉദ്യോഗസ്ഥരെ കല്ലുകൊണ്ടും വടികൊണ്ടുമൊക്കെ ആക്രമിക്കുന്നൊരു സാഹചര്യം. അതിൽ ഡ്രൈവറിന് പരിക്കേൽക്കുന്നു, കണ്ണിൽ പരിക്കേൽക്കുന്നു. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. വാഹനം പൂർണ്ണമായും ഏകദേശം ഗ്ലാസ്സൊക്കെ അടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമാണ്. വാടകയ്ക്ക് എടുത്ത കാറായിരുന്നു ആ വാഹനം. അതുകൊണ്ട് ഒരുപക്ഷെ നാശനഷ്ടങ്ങളൊക്കെ നോക്കി വരുന്നതേ ഉള്ളൂ. എന്തായാലും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ആദ്യം ഈ പരാതി എത്തിയത്. ആക്രമിച്ച വാഹനം ഉൾപ്പെടെ തമ്പാനൂർ സ്റ്റേഷനിലുണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥർ പരാതി നൽകി. ED ഡയറക്ടർ ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം ഉടൻ വരും മണിക്കൂറുകൾ നടത്തണമെന്ന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിഷേധം ഇത്ര അക്രമാസക്തമായത് എന്ന കാര്യത്തിലേക്ക് കൂടി അന്വേഷണം വരുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പോലീസിനും വിമർശനം ഉണ്ടായേക്കാം. ശക്തമായ ഒരു പോലീസ് നിരീക്ഷണം അവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ അവിടെ നൽകിയില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകളും താമസിക്കുന്ന വീട്ടിൽ ഒരു പരിശോധന റെയ്ഡ് നടക്കുമ്പോൾ, കേന്ദ്ര ഏജൻസികളുടെ ഒരു പരിശോധന നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു പ്രൊട്ടക്ഷൻ നൽകേണ്ടതുണ്ട്. പക്ഷേ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇത് അറിഞ്ഞില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത് വ്യക്തമാക്കിയിരുന്ന. ഒരു തരത്തിലുള്ള അറിയിപ്പും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ ഏജൻസികൾ ഇങ്ങനെ വരാറുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു CPMൻ്റെ സമുന്നതനായ ഒരു നേതാവും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിൻ്റെയും വീട്ടിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ അതിൻ്റേതായ തരത്തിലുള്ള ഒരു
ഒരു സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുകയാണ്. എന്തായാലും പരസ്പരം പഴിചാരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് CPM നേതാക്കൾ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് പ്രതിഷേധവുമായി കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേർന്നത്. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വാടക വീട്ടിലാണ് ആദ്യം റെയ്ഡിൽ എത്തിയത്. രാവിലെ 7:50 റെയ്ഡ് തുടങ്ങിയത്. സംസ്ഥാന വ്യാപകമായി തന്നെ, അതായത് പിണറായി വിജയൻ്റെയും മകളുടെയും വീടുകളിൽ റെയ്ഡുണ്ടായിരുന്നു. എക്സാലോജിക്കൽ ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഓഫീസിലും പരിശോധന ഒരേ സമയം തന്നെ നടന്നു. എന്തായാലും ബാങ്ക് രേഖകൾ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പരിശോധിച്ച ശേഷം മാത്രമാകും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക. എന്തായാലും അറസ്റ്റൊക്കെ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ആശങ്കകളും ചോദ്യങ്ങളൊക്കെ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ശക്തമാകുകയായിരുന്നു. പ്രവർത്തകർ പല സ്ഥലങ്ങളിലായി ഇവിടെ വന്ന് തമ്പടിക്കുകയായിരുന്നു. എന്തായാലും രേഖകളും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധമുണ്ടായത്. പോലീസിന് അത്രതരം സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല. പ്രവർത്തകർ കാറിന് മുന്നിലേക്ക് വീഴുകയും കല്ലുകൊണ്ട് ഗ്ലാസ് ഇടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ മിററൊക്കെ വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നല്ലപോലെ വാഹനത്തിന് കേടുപാടുണ്ടായി. അകത്തുണ്ടായിരുന്നവർക്ക് പോലും പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസ് കിണഞ്ഞ് ശ്രമിച്ചിട്ട് പോലും അവരെ മാറ്റാൻ കഴിഞ്ഞില്ല. തത്സമയ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയം തന്നെ കണ്ട് അറിഞ്ഞതാണ്. ഇത്തരമൊരു പ്രതിഷേധം സമീപകാലത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളം കണ്ടു കഴിഞ്ഞിരുന്നു. സമചിത്തതയോടെയുള്ള പ്രതിഷേധങ്ങൾ അനിവാര്യമാണ്. എന്തായാലും ഇത്തരം നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധത്തെ ഏത് പാർട്ടിയായിരുന്നാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ നേരിടുക തന്നെ വേണം. ഇവിടെ നേരിടാൻ ഒരുപക്ഷെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയി എന്ന ആക്ഷേപവും കൂടി ഉയരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും. കൃത്യമായി കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. ED പരിശോധനയ്ക്ക് ശേഷം CPM പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഇതൊരു തുടക്കം മാത്രമായേ കാണുന്നുള്ളൂവെന്നും ഈ തരത്തിലുള്ള നടപടികൾ കൊണ്ട് തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല എന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെൻറ് തുടർന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിൻ്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ ഒത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും
ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ്